വയറെരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ഇതുവരെ വിതരണം ചെയ്തത് 14 ലക്ഷം പൊതിച്ചോറുകൾ. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന പദ്ധതി 7ാം വർഷത്തിലേക്ക് കടന്നു. 7ാം വാർഷികത്തിൽ സിപിഐഎം PB അംഗം ബൃന്ദ കാരാട്ട് പൊതിച്ചോറ് വിതരണം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ കഴിഞ്ഞ 6 വർഷത്തിനിടെ വിതരണം ചെയ്തത് സ്നേഹത്തിൽ പൊതിഞ്ഞ 14 ലക്ഷം പൊതിച്ചോറുകൾ. 6 വർഷത്തിനിടെ ഒരു ദിവസം പോലും പൊതിച്ചോറ് വിതരണം മുടങ്ങിയില്ല. എല്ലാ ദിവസവും ഉച്ചസമയത്ത് പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് മുന്നിലുണ്ടാകും. 7ാം വാർഷികത്തിൽ പൊതിച്ചോറ് വിതരണം ചെയ്യാനെത്തിയത് സിപിഐഎം PB അംഗം ബൃന്ദ കാരാട്ട്. Not only in the rest of India we are not seeing it, but in the whole world. I think this is the first such sustained effort to help families whose members are in hospitals, because those families face so much tension because their loved ones are ill and they are not thinking of the food for themselves also. ഒരു ദിവസം 700ഓളം പൊതിച്ചോറുകളാണ് ജില്ലാ ആശുപത്രിയിൽ മാത്രം വിതരണം ചെയ്യുന്നത്. ഭക്ഷണത്തിന് രാഷ്ട്രീയമില്ലെന്നും ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് പദ്ധതി മുന്നോട്ടു പോകുന്നതെന്നും സംസ്ഥാന സെക്രട്ടറി VK സനോജ് പറഞ്ഞു. ഈ പദ്ധതിയോട് കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും കാണിക്കുന്ന വലിയ സ്നേഹവും അനുഭാവവുമാണ്. ഇതിന് പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളിൻ്റെ വീട്ടിൽ ഡിവൈഎഫ്ഐക്കാരൻ പോയി പൊതിച്ചോറ് ചോദിച്ചാലും വളരെ സന്തോഷപൂർവ്വം 2 പൊതിച്ചോറ് ചോദിച്ചാൽ 5ഉം 6ഉം പൊതിച്ചോറ് തരുന്നു എന്നതാണ് ഇതിന് ഏറ്റവും വലിയ വിജയം. 7ാം വാർഷികത്തോടനുബന്ധിച്ച് പൊതിച്ചോറിനൊപ്പം പായസവും ഉണ്ടായിരുന്നു. മുൻകൂട്ടി അറിയിച്ച് വീടുകളിൽ നിന്നും പൊതിച്ചോറുകൾ ശേഖരിച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിതരണം ചെയ്യുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ.